സഹായിച്ചല്ലോ. ദൈവം നൽകിയ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പകൽസമയം വായിച്ചത് 135 സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചു. We have read Psalms 135 verse 4 for today's meditation. നമ്മൾ വായിച്ചത് യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തൻ്റെ നിശ്ചയവുമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്ന. അതിൻ്റെ 1 തൊട്ട് താപ്പോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിന് പ്രകാരങ്ങൾ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിനെ കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. കാരണം അടുത്ത താപ്പോട്ട് നമ്മൾ കാണുമ്പോൾ യഹോവ യാക്കോബിനെ തനിക്കായിട്ട് ഇസ്രയേലിനെ തൻ്റെ നിശ്ചയവുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. From verse 1 we read that it is told to the psalmist says that we have to praise the Lord. We have to praise the Lord for whatever He has done. And in verse 4 we read that, for the Lord has chosen Jacob unto Himself and Israel for His peculiar treasure. So for that reason the psalmist is telling that we should praise the Lord, because we are a chosen generation, we are chosen people of God, and Israel has His peculiar treasure. ഇവിടെ നമുക്കറിയാം നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് നിക്ഷേപം എന്ന് പറഞ്ഞാൽ? അമൂല്യമായ സമ്പത്ത്. Treasure means it is secret thing, and it is very important, it is very precious. അത് ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. We have been chosen for God, not by men, but by God and for God. നമുക്കറിയാം നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. നിക്ഷേപം എന്ന് നമ്മൾ ഭാവി കാര്യത്തിന് വേണ്ടി നമ്മൾ നിക്ഷേപിക്കാറുള്ളത്. Treasure is or a deposit, and is also called treasure. Is another meaning is deposit. It is like we know in banks we put deposit. Why we put deposit is for future use. In same way God has chosen us as a deposit for His use. അത് നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. And from the deposit we separate little for different uses. അത് കുറേ സാധനം കുറേ പൈസ നമ്മുടെ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് എടുത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി അത് നിക്ഷേപമായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന. In the deposit we put a large amount as a big deposit, but from that we take little for our daily uses. നമ്മളെ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്, അതിൽ നിന്നാണ് കുറച്ച് പേരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, നിക്ഷേപമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. And for a good example is like in this world there are crores of people living, but only a short or a small group of people are being chosen by God. കാരണം ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കാരണം ഭാവിയിലേക്ക്, because for the future we and others have a plan by God. ദൈവത്തിന് അവരെ ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പദ്ധതി അവർ മേൽ ഇട്ടിട്ടുണ്ട്. God has a plan for each one of us in the future. അതുകൊണ്ട് ദൈവത്തിന് അവിടെ മേൽ പ്രത്യേക ലക്ഷ്യമുണ്ട് എപ്പോഴും. So, for that same reason God has an aim for each one of us. അതുമാത്രമല്ല, അവരെ പ്രത്യേകമായി ദൈവം സംരക്ഷിക്കുന്ന, കള്ളന്മാർ തൊടാതെ, മറ്റൊരു മോഷ്ടിച്ചു കൊണ്ടുപോകാതെ, ശത്രു തൊടാതെ ദൈവം അവരെ സംരക്ഷിക്കുകയും കാവൽ നിൽക്കുകയും ചെയ്യുന്നു. For this same reason God is He is protecting His people. He is giving His protection is there. His angels are there. The word says that He is holding us in His hands. നമുക്കറിയാം, നമ്മൾ പണമൊക്കെ സ്വരൂപിച്ച് നിക്ഷേപിക്കുമ്പോൾ അത് ശത്രു തൊടാതെ, അല്ലെങ്കിൽ വള്ളം കാണാതെ, എവിടെയെങ്കിലും ആരും കാണാത്ത മറയത്താണ് നമ്മൾ കൊണ്ടുവെക്കുന്നത്. അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആർക്കും ആരെ എടുക്കുവാൻ കഴിയത്തെന്ന് പറഞ്ഞു ദൈവം നമ്മളെയും ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി തനിക്ക് വേണ്ടി നിക്ഷേപമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും അവർ മേൽ ഉണ്ട്. Like people who are putting the deposit or at home or in the banks, they put in a locker. It's called locker or safe. ये नहीं कि जैसे चोर आकर ले जाए उसके लिए खुला नहीं रखते हैं, छुपा के रखते हैं, उसको लॉकर में रखते हैं. वैसे ही हमें भी प्रभु जी ने छुपा के रखा है. किससे? दुष्ट से, शैतान से छुपा के रखा है.
നമുക്കറിയാം നമ്മുടെ നിക്ഷേപം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ വേദനയാണ്, നമുക്ക് വലിയ ഭാരമാണ്, പ്രയാസമാണ്. Praise the Lord. हम जानते हैं कि like a person, like this worldly person, or a person who when he loses his deposit, it is very painful for him, because he has deposit, but if a thief comes and takes it, he is very burdened, he is very sorrowful, dukh ho jata hai. Same way we are God's treasure. If we are lost, praise the Lord, pastor says that the word says that God is in sorrow. God उनको दुख होता है, प्रभु जी को दुख होता है. അത് മടങ്ങി ലഭിക്കുവോളം നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. And when till when is God's this sorrow, ये दर्द या दुख कब तक होता है? जब तक हम वापस नहीं आते. Praise the Lord. നമ്മളെ വേറെ ആരൊക്കെ എന്തൊക്കെ ആശ്വസിച്ച് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത് ആശ്വാസം കൊള്ളുവാൻ കഴിയത്തില്ല. And whoever our other people, when they hear about our money is lost, or gold is whatever is lost, when they hear about, they may come and comfort us, but that comfort is never a comfort for us, because we have lost it. Same way for God also, when he loses his child, girl or boy, man or woman, it is a great pain for him, and there is no one to comfort God. നമ്മളെ ഉൽപ്പത്തി പുസ്തകം 37-35 വാക്യം വായിക്കുമ്പോൾ Genesis 37:35 ജെനസിസ് 37:35 നമുക്കവിടെ വായിക്കുന്നത്, യാക്കോബിൻ്റെ മകനായ യോസഫ് നഷ്ടപ്പെട്ടപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും വന്നു, അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. When Joseph 37:35 Joseph മരിച്ചപ്പോഴല്ലേ? ജോസഫ് നഷ്ടപ്പെട്ടപ്പോൾ when came to comfort him, but he refused to be a comforted. Now he says, I will continue to mourn until I turn my son in the grave. So his father left him. Jacob had lost Joseph. His brothers came and told Jacob, their father, that one animal came and killed Joseph. So we read that, and Jacob the father, he could, though they came and told him, but he could not comfort himself. Others could not comfort himself, because he loved Joseph very much. Praise the Lord. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ അപ്പന് 2 മക്കളുണ്ടായിരുന്നു, ഒരാൾ നഷ്ടപ്പെട്ടു. In Luke 15 chapter, we read, in the Gospel of Luke 15 chapter, we read that Jesus is telling them an example or a parable of a man who had 2 sons, elder and younger, and the younger one, he left his father. He took all whatever he had, and he went to a different place. He spent everything, and he wanted to die. But that son, he comes back, and that father is very happy. Same way. നമുക്കറിയാം, അതുപോലെയാണ് ദൈവം നമ്മളെ സംരക്ഷിക്കും. ദൈവം നമ്മളെ മേൽ ഒരു പദ്ധതിയിട്ട് നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് നമുക്ക് ആഹാരം, വസ്ത്രം, പാർപ്പമൊക്കെയും തന്ന് കാത്തു പരിപാലിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ദൈവത്തിന് വലിയ ദുഃഖമായിരിക്കും. Praise the Lord. Same way, God has given us all resources. He has given us everything. He has given us a family. He has given us a church. He has given us all the blessings that we need to live in this earth. And when we ourselves lose it, it is a great pain for God. നമ്മൾ യെശയ്യാവ് 64:8 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഞങ്ങൾ കളിമണ്ണും യെശയ്യാവ് 64:8 യഹോവ, നീ ഞങ്ങളുടെ പിതാവും ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. हिंदी में लिखा है कि तू हमारा पिता है. मिला आपको 64:8. तू हमारा पिता है और हम मिट्टी हैं. तू हमारा कुम्हार है. हम सब के सब तेरे हाथ के काम है. We are the making of God's. We are the clay. He is a potter. We are the clay, and we are the work of His hand. Praise the Lord. So He has made us. He has made us in His wish. That's why there are black people, there are white people, there are small people, there are big people, all according to His wish He has made. നമുക്കറിയാം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18 ചാപ്റ്റർ വായിക്കുമ്പോൾ അവിടെ യെരമ്യാ പ്രവാചകൻ ഒരു കുശവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ തനിക്ക് ഒരു പാത്രമുണ്ടായി, അത്
ചീത്തയായി പോയി. പിന്നെ കുശവൻ തനിക്ക് തോന്നിയതുപോലെ ഒരു പാത്രം ഉണ്ടാക്കുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യിരെമ്യാ പ്രവാചകം 18:6 വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നോയിക്കേ, ഇസ്രായേൽഗമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ, 6-ാം വാക്യം, ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. Praise the Lord. Here in Jeremiah 18:6, he is in the Jeremiah prophet is at the potter's place, and God is asking him, when the potter was making the pot, in that making itself, it broke, it became bad. जब वो बना ही रहा था वो ख़राब हो गया, बट उसको ख़राब जो किया वो उठा के फेंका नहीं, क्या उसको साइड में रखा है बाद में लेने के लिए। तो प्रभु जी पूछ रहे हैं कि यिर्मयाह से पूछ रहे हैं कि क्या उस पॉटर की तरह मैं अपने घर को, नहीं तो मैं अपने विश्वासी को, अपने बच्चों को मैं ऐसे थोड़ी देर के लिए मैं हटा के रख नहीं सकता हूँ करके उनसे क्वेश्चन पूछ रहा है। നോക്കി, അവിടെ കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് പോലെയാണ് നാം ആയിരിക്കുന്നത്. Praise the Lord. हम प्रभु के हाथ में we are as a pot in the potter's hand, as a clay in the potter's hand. As he wishes, he can make us, he can design us. കുശവന്റെ ഇഷ്ടം പോലെ കുശവനെ കളിമണ്ണ് പോലെ പാത്രം മെനയാനുള്ള അധികാരമുള്ള സ്വാതന്ത്ര്യം കുശവനുണ്ട്. Praise the Lord. He has the authority also to make in his own wish. He has the authority, he has the power to make in his own wish. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 45:9 അവിടെ നമ്മൾ വായിക്കുന്നത്, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ നിങ്ങൾ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവനെ അയ്യോ കഷ്ടം എന്ന് വായിക്കാം. അവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നുവെന്ന് കൈപ്പണിയാണെന്ന് കൈയില്ല എന്ന് പറയുന്നു. നോയിക്കേ, അവിടെ വായിക്കുകയാണ്, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ, അല്ലെങ്കിൽ ഓട്ടക്കഷ്ണങ്ങളുടെ ഇടയിൽ ഒരു ചെറു കഷ്ണമായിരിക്കുന്ന ഒരു കഷ്ണം പറയുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മെനയുന്നോട് ചോദിക്കുകയാണ്, നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവനോ മെനയുന്നോട് കളിമണ്ണ നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? Praise the Lord. In Isaiah we read, you got the verse. In that it says that shall the clay say to him, this is asking, the clay didn't like the way the clay was made, or pot was made. So the question, the pot is asking the potter, why did you make me like this? Does he have any authority? No, the pot doesn't have any authority. मिट्टी बनाने वाले से पूछ रहा है कि आपने भी नहीं, तुमने मुझे ऐसे क्यों बनाया? वैसा कोई अधिकार नहीं है, क्योंकि बनाने वाले को पूरा अधिकार है, कैसे भी वो बनाए. Praise the Lord. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ ചെറിയൊരു കലമല്ല അവിടെ കാണുന്നത്, ചെറിയൊരു കഷ്ണം, പാത്രത്തിന്റെ ഒരു കഷ്ണമാണ്, തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാത്രത്തിന്റെ കഷ്ണമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ വായിക്കുന്നത് യെശയ്യാ 45:9 വായിക്കുമ്പോൾ ചെറിയ ഓട്ട് കഷ്ണം അല്ലെങ്കിൽ പാത്രത്തിന്റെ കഷ്ണമാണ്. उसमें वो पॉट का टूटा हुआ एक पीस पूछ रहा है, पूरा नहीं पूछ रहा है, मगर जब टूट गया था तो उसमें से वो छोटा बिखर जाता ना, जो टूटा एक पीस पूछ रहा है यहोवा से, नहीं तो प्रभु से पूछ रहा है कि तुमने मुझे ऐसे क्यों बनाया, इसलिए मैं टूट गया. तो दोष किसको दे रहा है? प्रभु जी को दोष दे रहा है. നമ്മളാരും പൂർണ്ണരല്ല, നമ്മളാരും ഈ ലോകത്തിൽ പൂർണ്ണരല്ല. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണ മനുഷ്യരായി തീരത്തുള്ളൂ. हम में से कोई भी none of us in the world is completely holy, but when the Holy Spirit of God comes upon us, he makes us holy. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഒരു പൂർണ്ണ മനുഷ്യനായി തീരണമെങ്കിൽ നാം ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ദൈവഹിത പ്രകാരം മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. So if we oblige, or if we obey the laws of the Lord, and if we obey if we obey the Holy Spirit, then only we can become holy, or we can become as a useful vessel in the hand of God. നമുക്കറിയാം, ഒരു ഉടഞ്ഞ പാത്രത്തിൽ എന്തും ഒരു സാധനം നമുക്ക് സൂക്ഷിക്കാൻ കഴിയത്തില്ല, കാരണം അത് വെള്ളം നിറച്ചാൽ പോലും അത് ചോർന്നു പോകും. Praise the Lord. Like we know that in a broken vessel, nothing, टूटे हुए मटक में पानी भी नहीं
रुकता है। पानी डालो तो क्या निकल जाएगा, वेस्ट हो जाता है। तो एक छूटे हुए पात्र में भी उसका कोई उपयोग नहीं है। तो हमें ऐसा नहीं, हमें पूरा भरना प्रभु जी चाहते हैं। അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ ദൈവത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ. प्रेज द लॉर्ड। और हमारी इस टूटे हुए ज़िंदगी में प्रभु जी ही हमें पूरी चंगाई दे सकते हैं। कौन सी चंगाई? शारीरिक तौर पर वो भी, और आत्मिक तौर पर भी पूरी चंगाई, और पूरी तरह हमें उपयुक्त करना है तो प्रभु जी की पवित्र आत्मा से ही हो सकता है। അങ്ങനെ ഇരിക്കും ദൈവം നമ്മളെ പണിയുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കണം, നീ എന്തിനാണ് എന്നെ പണിയുന്നത്? അതുകൊണ്ടാണ് അവിടെ താപ്പോട്ട് വായിക്കുമ്പോൾ അപ്പനോട് പത്താം വാക്യം 45 എന്തെന്ന് പറയുന്നവൻ അയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കും, എന്റെ മക്കളെ എന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട് കൽപ്പിക്കുകയും. നോയിക്കേ, ജനിപ്പിച്ച അപ്പനോട് എന്തിനാണ് നീ ജനിപ്പിച്ചതെന്നും, അല്ലെങ്കിൽ പ്രസവിച്ച അമ്മയോട് നീ എന്തിനാണ് എന്നെ പ്രസവിച്ചെന്നും ചോദിക്കണം. അയ്യോ കഷ്ടം. കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധനും നമ്മെ നിർമ്മിച്ചവനുമായ യഹോവയാണ് അരുളിച്ചത്, വരുവാനുള്ളത് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കാരണം ദൈവം നമ്മെ പണിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഞുറുക്കങ്ങൾ അല്ലെങ്കിൽ കഷ്ടത ഉണ്ടായിരിക്കാം. പക്ഷേ ആ വേദന എന്തിനാണെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ഇവിടെ മറുപടി പറയുവാൻ തക്കവണ്ണം ഇവിടെ. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ പണിയുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പണിത് നല്ലൊരു പാത്രമാക്കി ഇറുക്കുവാൻ തക്കവണ്ണം ഇടവരും. Praise the Lord. So it is not that when we go through sufferings or when we realize that I didn't want to be like this. We should never, when that thought comes in our heart, in our mind, we should not ask God questions, but we should say that God, you have made me in this way. This is your way for me, and we should oblige, we should submit to that way and live for Him. നമ്മുടെ അതിനെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കും, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു, ആകാശത്തെ വിരിച്ചു. അതിന്റെ 12 അവിടെ വായിക്കുന്ന ഭൂമിയെ ഉണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു, ആകാശത്തെ വിരിച്ചു, സകല സൈന്യത്തെയും കൽപ്പിച്ചാക്കി. നോക്കി, ദൈവമാണ് ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെയും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ദൈവത്തിന് എല്ലാത്തിൻ്റെ മേലും അധികാരമുണ്ട്. കാരണം അധികാരമുള്ളതുകൊണ്ട് അവൻ്റെ ഇഷ്ടമാണ് അവൻ നിവൃത്തീകരിക്കുന്നത്. Praise the Lord. In 12 we read that I have made the earth and created man. My hands have stretched out the heavens and the host of it. So like we read in Psalms, He is the creator of everything. He has made everything. He has made the heavens, the earth, the seas and everything that is in it. So He has full authority and on everything, and He does everything for good. Praise the Lord. നമ്മൾ അതിൻ്റെ ആ ചാപ്റ്റർ തന്നെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, അതിൻ്റെ 18 ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ നിർമ്മിച്ചത്, പാർപ്പിനത്രേ അത് അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിക്കും എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നോക്കിയേ, അവിടെ നമ്മൾ വായിക്കുന്നത് വ്യർത്ഥമായിട്ടല്ല നമ്മെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് 19 വേഴ്സ് വായിക്കുമ്പോൾ വ്യർത്ഥമായിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം നമ്മോട് പറഞ്ഞത്. കാരണം എന്താണ്? അവൻ സത്യമായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, സത്യമായ കാര്യമാണ് അവൻ നമ്മോട് പറയുന്നത്, നീതിയാണ് സംസാരിക്കുന്നത്. वो सच्चाई और धर्मी पिता है, परमेश्वर है, और उन्होंने सब कुछ रचाया है उनकी तौर से, उनके मन के तौर से उन्होंने सब कुछ किया है, और उनको ही सब अधिकार है। और यहाँ बोलते हैं कि मैंने कोई भी चीज़ व्यर्थ नहीं बनाया है, मैंने कोई भी चीज़ छुप के नहीं किया है, सब कुछ खुला है। जो भी प्रभु जी ने किया है सब कुछ खुला है। हालेलुया। और इसलिए जब जो बुलावट हमें दिया भी है वो छुप के और किसी से नहीं सुना, लेकिन वो हमारे कानों में गूंजता है, प्रभु जी ने मुझे बुलाया है। प्रेज़ द लॉर्ड। इसलिए हमें धैर्य, हमें दृढ़ता से प्रभु जी के लिए हमें खड़े होना है। അതുകൊണ്ടാണ് 22-ാം വാക്യം 22 വേഴ്സ് വായിക്കുമ്പോൾ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. 22 में അതുകൊണ്ടാണ് വായിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏതു നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും അടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നത്. There is no one, I am the God and there is no one, no else.
Praise the Lord. I am the only living God who has done all this, and others are all idols. They are all my creation. So we have to, and He has done everything for our good. That is the faith that we have to have. He has done everything good for me. നോക്കിയേ ദൈവം നമ്മെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാൻ മുമ്പേ നമ്മെ കണ്ടു മെനഞ്ഞ് ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചു വേദരിച്ച് അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുമ്പോൾ ദൈവത്തിന് അതിന് പിന്നിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് നമ്മെക്കുറിച്ച്, ഓരോരുത്തരെയും കുറിച്ച്. Praise the Lord. God has even from our birth time, or before, even when we were formed in the womb of our mother, God has known us. He has called us, and He has a plan for each person that He is calling. അതുകൊണ്ടാണ് നമ്മൾ റോമർക്ക് ലേഖനം 9-ാം അധ്യായം Romans 9, 18-ാം വാക്യം 18. അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കി. അതിൻ്റെ 19-20 പഠിക്കണം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നതെന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവരോട് നീ എന്നെ ഇങ്ങനെ ചതച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ കുണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അവമാനത്തിന് ഉണ്ടാക്കാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? നോക്കിക്കേ, ദൈവത്തിന് തനിക്ക് മനസ്സുള്ളവരെ അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനമാക്കുന്നു. നോക്കിക്കേ, ഒരു കുറ്റം പിന്നെ ആകിയാൽ പിന്നെ അവൻ കുറ്റം പറഞ്ഞത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്ന മെനഞ്ഞിനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവനെ അതേ പിണ്ടത്തിന്മേൽ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? നോക്കിക്കേ, ഒരേ മണ്ണിൽ നിന്ന് ദൈവം മണ്ണെടുത്ത് പാത്രമുണ്ടാക്കുമ്പോൾ ഒരു പാത്രത്തെ അപമാനത്തിനും ഒരു പാത്രത്തിനെ മാനത്തിനുമായി തിരഞ്ഞെടുക്കുവാൻ കുശവൻ അധികാരമുള്ളതുപോലെ നമ്മളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ, അനേകർ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവരെയൊക്കെയും തള്ളിക്കളഞ്ഞിട്ട് നമ്മെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിട്ടാണ് തിരഞ്ഞെടുത്തത്. കാരണം മാനത്തിന് വേണ്ടി അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Praise the Lord. And from one lump of clay, God has in 18, 19 and 20 verses, when we read that it is saying that from one lump or one group, one hump of clay, God has taken aside. He has taken one part for good vessel, and He has taken the other part for bad vessels. So in this world there are people, or there are two types of people. One group of people for that He has chosen for His ministry, for His church, and other group is that they are against. So the writer is asking these two, or God is asking the writer, these two groups I have authority to do because I am the creator, and those who I have brought into my church or into my presence I am using for my ministry, and the others are for bad things. So I have the authority to choose who is for good and who is for bad. നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള അനേകർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടും കഴിവും പ്രാപ്തിയുമില്ല നമ്മെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. Praise the Lord. And it is by grace that we have been chosen, not that because we were bigger or we were richer or beautiful than other people, but from our family, from our friends, from your friends, आपके दोस्तों के बीच में से, आपके परिवारों के बीच में से आपको क्यों चुना है? आप उनसे बड़े होकर नहीं हो. बड़े मीन्स संपत्ति में, फिर हम छोटे थे मगर हमको प्रभु जी ने चुना है उनके काम के लिए, उनकी सेवकाई के लिए हमें प्रभु जी ने चुना है. उनके विश और नहीं तो उनके वो इष्ट उनकी वो विश के अनुसार उन्होंने हमें चुना है. അതുകൊണ്ട് നമ്മൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം, യെരമ്യാ 13:11. യെരമ്യാ 13:11. അടിയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേലിനത്തെ മുഴുവനും യഹൂദാഗണത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആവേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുന്ന ആളാക്കി.
അവർക്ക് അനുസരിക്കാൻ മനസ്സിലായില്ലായിരുന്നു യഹോവയുടെ അരുളപ്പാട്. നോയിക്ക് യഹൂദാഗ്രഹത്തെ മുഴുവൻ അല്ലെങ്കിൽ ഇസ്രായേലത്തെ മുഴുവനും നാളെ ദൈവത്തിന് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇസ്രായേൽ ഗ്രഹത്തെ അവൻ തിരഞ്ഞെടുത്തു. എന്നാൽ എന്താണ് അവിടെ വായിക്കുന്നത്? അവർക്കോ അനുസരിപ്പാൻ മനസ്സില്ലായിരുന്നു. Praise the Lord. In Jeremiah 13:11, we read that as a cloth that we tie, आपके वहाँ पे सब डालते हैं ना, हमारे यहाँ मुंड बोलते हैं, मुंड हमारा भी है, मुंड मुंड वाइट कलर का देखा ना, वैसे as a cloth is worn to a person's body, so God is in so close I have called the house of Israel. नहीं तो हमें God has chosen the church of God, and I have chosen them for a people, for a name, for a praise, and for glory. But they would not hear it. Israel did not like it. They didn't want to hear that. What is it they didn't want to hear? That God is calling us as a chosen generation, as a chosen people. But they didn't want to hear that. उन्हें वो सुनना अच्छा नहीं लगा. Praise the Lord. കാരണം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ ദൈവത്തോട് എന്താണ് പറ്റിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആമേൻ. 91 സങ്കീർത്തനം 14 സാംസ് 91 വേഴ്സ് 14, അതായത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ എന്നെ വിടുവെക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നോക്കിയേ, ആമേൻ. Praise the Lord. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം ഉയർത്തുവാനും Hallelujah. അവനെ വിടുവിക്കുവാനും തക്കവണ്ണം ഇടയായി തീരും. Yes, like the cloth is connected to the person. It is very close to him. Same way God wants His chosen people to be close to Him. And in Psalms 91:14, we say that, it reads that because He has set His love upon me, therefore I will deliver him and I will set him on high. Because He has set His love upon me, because He is very close to me, I will deliver him and I will raise him. I will set him on high. So everyone cannot reach the high position, and everyone cannot be delivered. Only those who are close to God. നമുക്കറിയാം ആവർത്തന ഡ്യൂട്ടോണമി 26 വേഴ്സ് 16, ആവർത്തന പുസ്തകം 26-ാം അധ്യായം 16-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 16 തൊട്ട് വായിച്ച്, ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം. Amen. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് സ്വന്തം ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാകേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ ദൈവം നമ്മെ വിളിച്ചു വേദരിച്ചത് അവന്റെ സകല കൽപ്പനകളും അനുസരിച്ച് പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ജാതികൾക്കും മീതെ നമ്മെ എന്താണ് പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനും ഉന്നതമാകണ്ടേ ആ ദൈവം നമ്മെ വിളിച്ച് വാതിരി. നോക്കിയേ, സകല ജാതികളും വെച്ച് എന്താണ് പ്രശംസ കീർത്തി മാനത്തിനെ ഉന്നതമാക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വാതിരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്. Praise the Lord. Here from 16 to 19, we read that God is telling Moses that you have to obey my commandments. You have to obey my statutes. Everything, when you obey it, what happens? You become a group, or you become a people who are blessed than other people in the world. When we obey His commandments, not because just of चंगाई मिलने से ही खाने नहीं होता है. फिर उनके वचनों को जब हम करते हैं, जब उनको when we obey His commandments, God says that I will make you, verse 19, I will make thee high above all the nations that I have made, in praise, in name, and in honor, and that thou mayest be a holy people unto the Lord. So God's intention about us, for separating us, is not small. We may think हम छोटे हैं, दूसरों से हमारे पास पैसा नहीं होगा, गाड़ी नहीं होगा, घर नहीं होगा, मगर हम आत्मा में और प्रभु जी की आंखों में हम उनसे भी सबसे बड़े हैं, क्योंकि हम बड़े एक पवित्र पिता को हम उनकी
स्तुति आराधना करते हैं। हम उनके बच्चे हैं। किसके बच्चे हैं? पवित्र पिता के हम बच्चे हैं। तो हम दूसरे जातियों से भी ऊपर हैं। सबसे कोई भी जाति बोलता है कि हम सबसे बड़े जाति बोलते हैं ना, आपके वहाँ भी हम सब यहाँ पे सब बोलते हैं, मगर प्रभु जी बोलता है कि मैंने तुम्हें चुना है, मैं पवित्र पिता हूँ, परमेश्वर हूँ, इसलिए जब मैं तुमको चुनता हूँ तो तुम क्या बन जाते हो? दूसरे लोगों से भी तुम बड़े बन जाते हो, तुम महान बन जाते हो। प्रेज़ द लॉर्ड। അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉന്നത സ്ഥാനത്ത് എത്തപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം നൽകിയ പ്രമാണങ്ങൾ നമ്മളെ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. Praise the Lord. And for this only way is we have to obey His laws. We have to obey. वो Old Testament में नहीं है, New Testament में भी क्या है? Law है. एक you have to repent, you have to be baptized, you have to receive the Holy Spirit, you have to separate from the world. जो पिछले दिनों में जैसे जिया वैसे आज नहीं जी सकते। तो there is separation, there is laws. If when we obey His laws, we get blessed. And in Old Testament also same thing. He gave them laws. He gave the laws to the Israel people, and He told them, if you obey them, you will be blessed. Praise the Lord. നമ്മൾ ലൂക്കോസിന് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അപ്പനെ അനുസരിക്കാതെ, കൽപ്പന അനുസരിക്കാതെ നിന്ന മകനാണ് അവനെല്ലാം നഷ്ടപ്പെട്ടു പോയത്. In Luke 15 chapter, we read that the second son, younger son, what he did, he left everything. He didn't want he had all the blessings that he had with his father's house. But even though having that, and he didn't want that, he wanted to go away from his father. And because he went away, क्या हुआ? सब कुछ नष्ट हो गया. तो वैसे नष्ट करना प्रभु जी हमसे नहीं चाहते हैं. അത് പിതാവിനോട് എതിർത്ത മകനെ സകലവും നഷ്ടപ്പെട്ട് അവനെ പുറത്തു പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് 1 ശമൂവേൽ 2:10, ഫസ്റ്റ് ശമൂവേൽ 2:10 വായിച്ചേ. 1 ശമൂവേൽ 2:10. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശം അവന്റെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസിംഹവാസികളെ വിധിക്കുന്നു. നോക്കിക്കേ, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. കാരണം ദൈവ കൽപ്പനയോട്, ദൈവത്തിന്റെ ആലോചനയോടെ, ദൈവത്തിന്റെ ഇഷ്ടത്തോടെ ആരൊക്കെ എതിർക്കുന്നവോ അവരൊക്കെയും തകർന്നു പോകാൻ തക്കവണ്ണം ഇടവരും. Yeah, we read that in English is said in the adversaries of the Lord, the enemy. हिंदी में बोलता है जो झगड़ते हैं पवित्र आत्मा से, नहीं तो प्रभु जी से जो झगड़ते हैं उनके वचन से, उनके साथ तो झगड़ नहीं सकते कैसे? तो उनके वचन से, जो वचन में लिखा है हम नहीं करते तो क्या करते हैं? हम झगड़ते हैं. तो झगड़ने वालों के, जो झगड़ते हैं उनके लिए कोई भी आशीष नहीं मिलेगा. नो ब्लेसिंग्स फॉर देम. അപ്പം ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്നവർക്ക് മാത്രമേ. प्रेज़ द लॉर्ड. जो प्रभु जी की इच्छा के लिए समर्पण करते हैं, जो उनके प्रमाण को, उनकी आज्ञाओं को जो मानते हैं और जो करते हैं, उन्हीं को आशीष. फॉर देम ओनली इज द ब्लेसिंग्स ऑफ गॉड. അതുകൊണ്ട് നമ്മൾ വായിച്ച യെരമ്യാ പ്രവാചകന്റെ അധ്യായം 13 വേഴ്സ് യെരമ്യാ 13 വേഴ്സ് 14 വായിക്കുമ്പോൾ അത് വായിച്ചേ. യെരമ്യാ 13:14. നിന്റെ സ്ത്രീജന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. യെരമ്യാ 13:14. ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുക അല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കുകയില്ല. നോക്കിക്കേ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതെ മനസ്സിലാക്കാതെ, അനുസരിപ്പാൻ മനസ്സില്ലാഞ്ഞത് കൊണ്ട് എന്താണ് താപ്പോട് വായിക്കുമ്പോൾ യെരമ്യാ പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ദൈവത്തോട് പറ്റിയിരിക്കാൻ മനസ്സില്ലാത്തവരെ എന്താണ്, അവരെ പിതാക്കന്മാരെയും പുത്രിമാരെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച് അവരെ നശിപ്പിക്കുമാറാക്കും. അവരുടെ കരുണയോ ദയോ എനിക്ക് കാണിക്കുകയില്ല. Praise the Lord. In Jeremiah 13:14 we read that God is saying that I had called this generation, this group of people to obey my command and to be a blessing. But what? They didn't want to listen. And so what happened? I will dash them with one another, even fathers and the sons. मैं क्या करूँगा? झगड़ा, तुमने मुझसे झगड़ा किया तो अब क्या होगा? तुम्हारे घर में झगड़ा होगा. माता पिता झगड़ा करेंगे, बच्चे झगड़ा करेंगे, और झगड़े के कारण से क्या होगा? आशीष थोड़ी ना मिलेगा. वो सब लोग जानेंगे. तो ये झगड़े के कारण क्या है? कोई भी जो प्रभु जी का आज्ञा नहीं मानते हैं, उन घरों में, उन देशों में, राज्यों में सब क्या होता है? झगड़ा उसी टाइम से होता आ रहा है. അതുകൊണ്ട് 13-14 വായിക്കുമ്പോൾ അതുകൊണ്ടാണ് വായിക്കുന്നത്, എന്താണ് 14 വായിച്ചേ.
13:14 യെരമ്യാ 13:14. ഞാൻ അവരെ അന്യോന്യം 13:14 അല്ലേ? ഞാൻ അവരെ അന്യോന്യം പിതാക്കന്മാരെയും അല്ല 15 15 വാക്യം. അതിന്റെ നെക്സ്റ്റ് 15 നിങ്ങൾ കേൾപ്പി ചെവി തരുവി ഗർവിക്കരുത് യഹോവയല്ലോ അരുളി ചെയ്യുക ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ കുതറി പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസിൽ കൂരിയിരിക്കും. നോക്കിക്കേ, നിങ്ങൾ അതുകൊണ്ട് കേൾക്കണം. എന്താണ്? യഹോവയ്ക്ക് ചെവി കൊടുക്കണം. നിങ്ങൾ ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. കാരണം യഹോവയാണ്, അവൻ പറയുന്നത് സത്യവും നീതിയും മാത്രമാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിന് അനുസരണക്കേട് കാണിക്കരുത്. അതുകൊണ്ട് ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങൾ ഇടറിപ്പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിങ്ങൾ ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധകാരവും അന്ധതമസ്സും കൂരിട്ടും വരുത്തും. നോക്കിക്കേ, ദൈവം നമ്മെക്കുറിച്ച് നല്ലൊരു കാര്യം പദ്ധതിയിട്ട് അവനെ നിശ്ചയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, കുശവന്റെ കയ്യിൽ കളിപണ്ണ പോലെ നാം ആയിരിക്കുമ്പോൾ, കുശവന്റെ കയ്യിൽ ആ കുഷ്ഠവന്റെ ഇഷ്ടത്തിന് വഴങ്ങാതെ നിൽക്കുമ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ യഹോവയ്ക്ക് ചെവി കൊടുപ്പീൻ, അവനല്ലോ യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് കടന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ്? അന്ധകാരവും കൂരിട്ടുമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. Praise the Lord. In verse 15 and 16 we read, "Hear and give ear to the Lord, be not proud, be not proud, garv mat karo." Hindi mein garv, be not proud. Listen to what he is saying. And in 16 we read, "Give glory to the Lord, because he causes darkness before your feet stumble upon night." We are looking for light, but what comes? Darkness will come. Shadow of death will come and gross darkness. अंधकार ही अंदर, हमको प्रकाश चाहिए, है ना? अंधकार में जीने के लिए कोई किसी को अच्छा नहीं लगता है. हमें प्रकाश चाहिए, हमें आशीष चाहिए, मगर हम उसके लिए हम क्या प्रार्थना कर रहे हैं, उपवास कर रहे हैं, सब कर रहे हैं, मगर वचन नहीं सुन रहे, वचन नहीं मानते हैं, तो क्या आएगा? प्रभु जी बोले, तुमने प्रकाश के लिए प्रार्थना किया, उपवास किया, मगर क्या आया? अंधकार आया. Praise the Lord. അവിടെ നമ്മൾ 17 വേഴ്സ് വായിക്കുമ്പോൾ, നിങ്ങൾ കേട്ടനുസരിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. നോക്കി, ദൈവം നമ്മളെ ഒരു നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്ത് അവനെ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ, ആ നിക്ഷേപം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ദുഃഖവും വേദനയും പ്രയാസവും ഉണ്ടായിരിക്കും. അതുപോലെ ദൈവം നമ്മെ ഒരു നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്ത് ഇരിക്കുമ്പോൾ ശത്രു നമ്മെ അപായപ്പെടുത്തി, നമ്മെ ഉപായത്തിൽ ചതിച്ച് അതിൽ നിന്ന് തെറ്റിച്ച് നമ്മളെ അവന്റെ കയ്യിൽ ആക്കി തീർക്കുമ്പോൾ ആ ദൈവത്തിന് എത്രത്തോളം ദുഃഖമുണ്ടായിരിക്കും. Praise the Lord. So in verse 17 बहुत स्पर्शित वाक्य है. वहाँ पर लिखा है कि इन इंग्लिश से, बिकॉज यू डू नॉट हियर, इफ़ वी डिसोबे हिम, हम सोचते हैं कि प्रभु जी हमको पीटेंगे, मारेंगे और चले जाएंगे ना. यहाँ पर दूसरा एक लिखा है कि व्हाट माई सोल शैल वीप इन सीक्रेट प्लेसेस. हिंदी में लिखा, यदि तुम ना सुनो मेरे बातों को, मेरे आज्ञा को ना सुनो, तो मारपीट की बात नहीं है, तो मैं अकेले में तुम्हारे गर्व के कारण रोऊंगा. हमारे लिए रोने वाला एक पिता है. क्या? क्योंकि मैंने क्या किया? डिसोबे किया है, उनको नहीं माना. परमेश्वर बोल रहा है कि हम लोग तो ऐसे करते हैं. कैसे? जब पापा या मम्मी ने गुस्सा किया, टीचर ने गुस्सा किया, तो हम जाकर अकेले बैठ के रोते हैं. मगर प्रभु जी बोल रहा है कि मैं तुम्हारे कारण क्या करूँ? मैं अकेले जाकर मैं रोऊंगा, और मेरी आंखों से आंसुओं की धारा बह रही है, क्योंकि यहोवा की भेड़ी बहुओं कर ली गई है. क्योंकि हमने उनकी बात नहीं सुना है, इसलिए वो हमारे लिए रोने वाला एक प्रभु जी भी है. हमारे को चंगाई देने वाला प्रभु जी है, सामत देने वाला प्रभु जी है, हमारी प्रार्थना सुनने वाला प्रभु जी. मगर यहाँ बोलता है कि हमारे लिए रोने वाला एक प्रभु जी भी है. तो उनको कब रुलाते हैं हम उन्हें? जब उनकी आज्ञाओं को हम नहीं मानते. जब when we disobey him, he is telling that I am going to a secret place and I will sit there and cry. Praise the Lord. നോക്കിക്കേ, ദൈവം നമ്മെ അവന് പ്രത്യേകമായ അമൂല്യ സമ്പത്തായി ദൈവം നമ്മെ കാത്തു പരിപാലിക്കുമ്പോൾ, നമ്മുടെ വസ്ത്രം നിന്ന് പാർപ്പിടമൊക്കെ നമുക്ക് പെടുന്ന സകല നന്മകളും ഒരുക്കി തന്നെ ഭാവിയിലേക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി ദൈവം നമ്മെ കാത്തു പരിപാലിക്കുമ്പോൾ, നാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പിതാവിനോ നമ്മുടെ മാതാവിനോ ഇത്രത്തോളം ദുഃഖം കാണുന്നത്. എന്നാൽ അതിനപ്പുറത്ത് നമ്മെ കരയുന്ന, നമ്മെ ഓർത്ത് വേദനിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്.
Praise the Lord, स्तोत्रम, हालेलुया। जब हम प्रभु जी की आज्ञा, when we disobey him, our parents may not be so sorrowful, उनको ज़्यादा उतना बोलेंगे क्या कि तुमने किया बस, या शायद वो भी एक दिन को उपास लेंगे, मगर यहाँ बोल रहे हैं कि स्वर्गीय पिता जिन्होंने हमें रचाया, जिन्होंने हमें बनाया है, वो हमारे लिए सोच सोच कर वो अकेले में बैठकर रोने वाला एक पिता भी हमारे लिए है। कौन? एक स्वर्गीय पिता हमारे लिए है। നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. എക്സോഡസ് 19:5. Praise the Lord. എക്സോഡസ് 19:5. Jesus. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളെയും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നോക്കിയേ മതി. യഹോവയുടെ വാക്ക് നമ്മൾ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ നമ്മുടെ പ്രമാണം നിയമം പ്രമാണിക്കുകയും ചെയ്താൽ സകല ജാതികളും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. ഒരു പ്രത്യേക സമ്പത്തായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സാംസ് 135 പോലെ യഹോവ തനിക്ക് വേണ്ടി യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നാം ആ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്താണ് കുറിച്ച് നമ്മളെക്കുറിച്ച് എന്താണ് നമ്മൾ എങ്ങനെ ആയിത്തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ മേലുള്ള പദ്ധതി എന്താണ് തിരിച്ചറിഞ്ഞ് അതിന് പാലപടി നമ്മൾ മുട്ടുമടക്കുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ ദൈവം കഴിയും. Praise the Lord. और जैसे हमने स्टार्टिंग में पहला साम्स 135:4 में पढ़ा कि हम एक ट्रेशर है उनके लिए, एक धन है, निज हिंदी में बोलते हैं निज धन है प्रभु जी के लिए। और इसलिए यहाँ एक्सोडस में हम पढ़ते हैं कि यदि तुम निश्चय मेरी मानोगे तो मेरी वाचा का पालन करोगे तो सब लोगों में से तो तुम ही मेरा निज धन ठहरोगे, क्योंकि पृथ्वी मैंने ही रचाया है। और प्रभु जी बोलते हैं कि पृथ्वी मेरा है और मैंने तुम्हें बुलाया है, और क्या है? एक निज धन। आई हैव मेड यू ए ट्रेशर, I have called you as a treasure, and if you obey my commandments, I will bless you above all people in this वर्ल्ड। और दूसरा है कि ब्लेसिंग के, जैसे मैंने बोला गाड़ी बंगला का बात नहीं है, मैं हमारा स्थान आत्मिक तौर में हमारा स्थान सब उनसे भी ऊपर होगा। वो हमारे पास आकर प्रार्थना के लिए पूछेंगे, वो हमारे पास आएंगे, नहीं तो वो किसी भी समय में प्रभु जी को वो धन्य मानेंगे। उनकी सब पूजा मूर्तियों को सब हटा के, जैसे हमने सब हटा के प्रभु जी के पास हम आए हैं, वैसे हमारी प्रार्थनाओं से दूसरे लोग छुड़ाए जाएंगे। അതുകൊണ്ട് യഹോവ എന്താണ് നമ്മെ ഒരു വിശുദ്ധ ജനമാക്കി തീർക്കേണ്ടത്? ആമേൻ. നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആവർത്തന പുസ്തകം 26:19 വായിക്കുന്നത് പോലെ അവന്റെ വാമൊഴി നമ്മളെ വാങ്ങിയിരിക്കുന്നവർ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു എന്തെങ്കിലും ഒരു ഉടമ്പടി ചെയ്തു കഴിയുമ്പോൾ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ വിശുദ്ധ വചനം നമ്മൾ ഇന്ന് പകൽ സമയം നമ്മൾ വായിച്ച് കേട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉടമ്പടി തെറ്റിക്കുന്നവർക്ക് നമുക്കറിയാം, ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഏത് വ്യക്തിയാണ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത് ആ വ്യക്തിക്കായിരിക്കും നഷ്ടം സംഭവിക്കുന്നത്. Praise the Lord. And so God has called us and to stamp his that agreement. It is like an agreement that we do. In that agreement, in one agreement, two parties are there, and two parties they sign, and it is stamped. And according to whatever in this world, whatever agreement we do, if out of these two parties, if one person he goes away, एक बाहर निकल गया, नहीं तो एक ने गलती किया तो उसका पूरा भुगतना उनको पड़ेगा. Whatever issues come, he has to the person who has moved from that agreement, they have to do everything. They have to put the fine, or they have to do everything that the government has told. Same way, we have signed a contract or signed a covenant, not a contract, covenant with God. And what is that covenant? Our heart is for the Lord. Our life is for the Lord. So if in that case, in that agreement, God will never move. वो परमेश्वर कभी हटेंगे? वो कभी नहीं हटेंगे. मिल लेते माउंटेन्स को, पहाड़ निकल जाए, समुद्र निकल जाए, मगर परमेश्वर कभी नहीं हटेगा. हटने वाले हम ही हैं. अगर हम हटेंगे तो क्या होगा? इन सब का दोष हमें भुगतना पड़ेगा. वी हैव टू डू ऑल द फाइन.
Praise the Lord. അതുകൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിക്കായി അവന്റെ ഇഷ്ടത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ പദ്ധതിയിലേക്ക് നമുക്ക് എത്തപ്പെടുവാൻ ഈ സകല ജാതികളിലും വെച്ച് ഈ സകല ജനത്തിലും വെച്ച് ശ്രേഷ്ഠമായി അല്ലെങ്കിൽ മാനവും കീർത്തിക്കും പുകഴ്ചയുമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ സ്വർഗം നമ്മളെ സഹായിക്കണം പറഞ്ഞുകൊണ്ട് ഈ വചനം തിരിഞ്ഞു കൊള്ളുന്നത് ദേവദാസനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. By these words, let the Lord bless us. Stopping says that yes, when we obey Him and when we are His chosen treasure, if we obey Him, we will be blessed above other people, and that blessing will be really others will say that though मुंह के ऊपर वो बोलेंगे, हमें सामने बोलेंगे तुम लोग अच्छे नहीं लोग, मगर उनके दिल के अंदर वो बोलते हैं, आज भी बोल रहे हैं कि क्या नाम बताया आपका, एक एस्तर, हाँ एस्तर, वो क्या आप सुधी और एस्तर के बारे में क्या बोल रहे हैं, आपके खिलाफ जो वो मुंह में खिलाफ बोलते हैं, मगर उनके हृदय के अंदर क्या है, वो जानते हैं कि वो एस्तर और सुधी क्या है, वो परमेश्वर के जानने वाली लड़कियां हैं, परमेश्वर की आज्ञा मानने वाले लड़कियां। मगर हमारे मुंह के हमारे सामने क्या बोलते हैं कि वो तुम लोग कहाँ गए हो, तुम लोग बिल्कुल बोर हो, तुम लोग हमारे तो इस जाति को छोड़ के तुम और के जाति में गए हो, वो बुरा बोलते हैं, मगर उनके मन के अंदर ही वो बोलते हैं कि वो परमेश्वर के पास गए हैं। तो हालेलुया, हम when we obey the Lord and when we obey His commandments, we will be a blessing to other. May God bless us with these words. Praise the Lord.